4 വോട്ട് അധികം കിട്ടാൻ വേണ്ടി ഭൂമിയിൽ ഒരു പെൺകുട്ടിയെയും മുഖത്ത് നോക്കി ഇങ്ങനെ വിളിക്കാൻ പാടില്ല അക്ബറെ. എന്താ അവൻ പറഞ്ഞെന്നറിയില്ലേ? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെപ്റ്റിക് ടാങ്ക് എന്ന് ഒരു പെൺകുട്ടിയുടെ, ഒരു വിധവയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇവൻ്റെ ധാരണ എന്താ അറിയാ? ഈ രേണു സുധിയുടെ ഹേറ്റേഴ്സ് ഇത് കേട്ട അവന് 4 വോട്ട് അധികം കൊടുക്കുമെന്നുള്ള ധാരണയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പോയി നിങ്ങൾ ഇതിന് വരുന്ന കമൻറ്റ് നോക്ക്. ഒരാളും രേണുസുധിക്കെതിരായി പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയണത് ഇവനെ വേറെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പബ്ലിക്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റുമെന്നും അറിയില്ല. ഇവനും ഇല്ലേ വീട്ടിൽ? ഇവൻ്റെ ഫേസ് എന്താ? ഇവൻ നല്ല ഗ്ലാമറാണോ? എങ്ങനെ ധൈര്യം വരുന്നേന്നാ ഞാൻ ആലോചിക്കണേ. ആ കുട്ടി പറയാണ് എന്നെ അകത്ത് ചെന്നിട്ട്, ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണേ, ഞാൻ ഉരുകി ഇല്ലാതായിപ്പോയി എന്നാ പറയണേ രേണു. സത്യം ഞാനും പിന്നെ എന്താ പറയാ കേട്ടിട്ട് എനിക്കും ഭയങ്കര വിഷമം തോന്നിയില്ലേ. ഇങ്ങനെ ഒരു പെൺകുട്ടീനെ മുഖത്തോക്കി വിളിക്കുവോ? ആ കൊച്ചിന് എന്താ എന്നാ സൗന്ദര്യത്തിന് എന്ത് കുറവുള്ളേ? ഇവനിപ്പം നല്ല ഗ്ലാമറാ? ഇവൻ എന്തായിരിക്കണേ? അവൻ്റെ മുഖം നോക്ക് നിങ്ങൾ. പാവം ആ കുട്ടി ഉരുകി ഇല്ലാണ്ടായിപ്പോയി. ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് അവൻ്റെയൊക്കെ തനി സ്വഭാവം കാണിച്ചു കൊടുത്തു എന്നാ നമുക്ക് മനസ്സിലാകുന്നത്. അകത്ത് ചെന്നിട്ട് എന്താ പറയുക, മോളെ ഇരിപ്പ് കാണാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരും മുഖത്ത് നോക്കുമ്പോഴും അതന്നെ ചിന്ത അത് തന്നെ ആയിരിക്കൂലേ? ഈ പറയണവനും ഇല്ലേ വീട്ടിൽ എല്ലാവരും? ആരെങ്കിലും പറഞ്ഞാൽ സഹിക്കുമോ? ഇനി നിങ്ങൾ പറ. ഹേറ്റേഴ്സ് പോലും എന്നാ ഇങ്ങനെ ഇത് കേട്ട് സന്തോഷിക്കൂല. പിന്നെ എന്താ പറയുക, രേഷ്മ തങ്കച്ചെന്ന് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലാലേട്ടൻ അവിടെ കൊടുത്തിരിക്കുന്ന ഐഡിയിലൊക്കെ രേഷ്മ തങ്കച്ചെന്നായിരിക്കുമല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. എന്നിട്ട് അത് നോക്കിയിട്ടാണോ ലാലേട്ടൻ വിളിച്ചത്? ലാലേട്ടൻ പേര് വിളിച്ചത് രേണു സുധി എന്നല്ലേ, രേഷ്മ തങ്കച്ചെന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ മമ്മൂക്കനെ എന്താ വിളിക്കുക? മമ്മൂക്കൻ്റെ ഒറിജിനൽ പേരെന്താ? ദിലീപിൻ്റെ പേരെന്താ? പ്രേം നസീർ സാറിൻ്റെ പേരെന്താ? അങ്ങനെയാണോ വിളിക്കണത് എല്ലാവരും? അവരെ ഒറിജിനൽ ഐഡിയിലുള്ള പേരാണോ വിളിക്കണത്? അതാ ഈ കുട്ടീനെ എന്താ പറയുക, തീരെ എല്ലാവർക്കും ഇല്ലാതാക്കണം. അതാണ് ഇപ്പം എല്ലാവരും ധാരണയും. അത് ഒന്നുമില്ലെങ്കിൽ ഇപ്പം ഈ ബിഗ് ബോസ് വരെ എത്തി. അപ്പോൾ അതിനെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇമോഷണലായിട്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല. അപ്പം നിന്റെ ആരാന്ന് വേണ്ടിക്ക് ചോദിക്കൂ. ആരോ ആയിട്ടോ എന്തോ ആയിട്ടോ അല്ല നമുക്ക് മനസ്സിലാക്കേണ്ട. ഒരു പെൺകുട്ടീൻ്റെ മുഖത്ത് നോക്കി ആൺകുട്ടിയായാലും വിളിക്കരുത്. എത്ര സൗന്ദര്യമില്ലാത്ത ആൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? അവർക്കൊന്നും ഉയർന്നു വരാൻ പാടില്ലേ? നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള മാമുക്കോയ് ഇന്ദ്രൻ സാറൊന്നും ഇപ്പം മാമുക്കോയ് സാർ ഇന്ദ്രൻ സാറൊന്നും ഉയർന്നു വരില്ലല്ലോ. അവരൊക്കെ ചവിട്ടി തേക്കുമല്ലായിരുന്നു. അപ്പം നിങ്ങൾ ഇതേ കൊമ്പ് പിടിക്കുന്നവർ പറയണ്ടേ എന്തിനാ ഈ സൗന്ദര്യം ഇല്ലാണ്ട് അഭിനയിക്കാൻ വരുന്നതെന്ന്? എനിക്കെല്ലാവരോടും പറയാനുള്ളത്, രേണു സുധി നല്ല ഗെയിമറാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് വോട്ട് ചെയ്യണം. ഇഷ്ടമുണ്ടെങ്കിലും വോട്ട് ചെയ്യണം. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യുക. നല്ല ഗെയിമറാണെന്ന് തോന്നുന്നവർ, ഇഷ്ടമില്ലാത്തവർ വോട്ട് ചെയ്യണം. ഓക്കെ, ബൈ.